അപ്പോൾ നമ്മൾ പിടിച്ചിട്ടുള്ള മാർലിനെ കൊണ്ട് ആദ്യം നമ്മുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. നല്ല പോർഷൻസ് കിട്ടി, 4 പോർഷൻസ് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ കേരള സ്റ്റൈല് ജീരകശാല അരി ഉപയോഗിച്ചിട്ട് സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി പൂപ്പാ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ്, ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആണ്. പെട്ടെന്ന് ബിരിയാണി, സെയിം ബിരിയാണി മെത്തഡാണ്, കുറച്ച് മസാലകളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് തിന്നാനായിട്ട് ഇങ്ങോട്ട് ഓടി വരാം. ഞാനപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. സിമ്പിൾ മാരിനേഷനാണ്. കറി പൗഡറോ അല്ലെങ്കിൽ ചില്ലിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് പെപ്പർ, നമ്മൾ ആദ്യം ബോർഡ് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ്, ഇനി നമ്മുടെ മാർലിൻ്റെ പീസുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. ആഹാ, പ്യൂരിഫുൾ ഫിഷ്, അടിപൊളിയല്ല, നല്ല സൂപ്പർ ആലുവ കഷ്ണം. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ക്രഷ്ഡ് പെപ്പർ, കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാൻ സീറി തീർക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഓവർ കുക്ക് ചെയ്യരുത്, ജസ്റ്റ് ഒരു കളർ വരെ വേണ്ടു. കാരണം ഇത് വീണ്ടും 20 മിനിറ്റ് ബിരിയാണിയിൽ വേവും. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിൽ, ഇനി നമ്മുടെ മാർലിൻ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഹൈ ഫയർ ഇട്ടാ. ഇപ്പോൾ ഏതാണ്ട് ഒരു 20-25 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഞാൻ ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. കളർ കണ്ട, ഇത് കഴിഞ്ഞോട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കണ്ട സ്റ്റിൽ റോയാണ്. ഇതാണ് കണ്ടാ, നല്ല നൈസ് കളറായിട്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളി വറുത്തെടുക്കണ്ടേ, അതല്ലേ മെയിൻ പരിപാടി. നമ്മുടെ ബിരിയാണിക്ക് കുറച്ച് ഉള്ളി വറക്കാട്ടാ. ബിസ്തയാ. എൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു എങ്ങനെയാടാ ബിസ്ത വറക്കാന്ന്. അതിൽ വലിയ മഹാത്മ്യമൊന്നുമില്ല, ഒരു ലേശം വേവ് പോകുന്നു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് പഠിക്കാനേ. കുറച്ച് നെയ്യ്. അപ്പോൾ നമ്മുടെ എണ്ണയും നെയ്യും കൂടി നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഉള്ളിട്ടാ. ഈ ഉള്ളി വറക്കണ സമയത്ത് നമുക്ക് കുറച്ച് ഓയിലുള്ള, പക്ഷെ കൂടുതൽ ഉള്ളി വറക്കണം വെച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അധികം ഇളക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ ഫോം വിളിക്കാൻ പോയി, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു. നമ്മൾ എന്നാലും ശ്രദ്ധിച്ചാൽ മതി, അധികം ഇളക്കാതെ ഇങ്ങനെ പരത്തിയിട്ടിട്ട് വേവിക്കുക. നമുക്ക് ബാക്കി ഓയിൽ ബിരിയാണിക്ക് ഉപയോഗിക്കാം. ഇതിൽ നല്ല സൂപ്പറായിട്ട് ഉള്ളി വഴറ്റി കിട്ടുകയും ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സബോള എല്ലാം ഒരേ മേനിക്ക് അരിയാനുള്ള കഴിവൊന്നും എല്ലാവർക്കും ഇല്ല. അപ്പോൾ അതേ ശ്രദ്ധിച്ചാൽ മതി. വലിയ പീസ് വെന്തിട്ടുണ്ടാവില്ല, ചെറുത് ആദ്യം കരിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ബിരിയാണിയിൽ ഇട്ടിട്ട് മുകളിലേക്ക് ഗാർണിഷിന് അല്ല വെച്ചെങ്കിൽ ഇത് സാധനം എന്താണെങ്കിലും സോഗിയായി പോകും. അപ്പോൾ നിങ്ങളൊന്ന് പേടിക്കണ്ട കേട്ടോ. അതായത് കണ്ട, ഇതിപ്പോൾ ചെറുത് വലുതാണ്, ഞാൻ അത് കോരാൻ പോവാം മതി. പ്രോൺ ബിരിയാണി ഉണ്ടാക്കിയത് ഓർക്കണില്ലേ, അതുപോലെ തന്നെ തക്കാളി. ഇവിടെ നമ്മുടെ തക്കാളി വേണമെന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ അരി ശരിയാക്കാം. ഓയില്, ഒരു 1.5 സ്പൂൺ നെയ്യ്. ഇനി എണ്ണ ഭയങ്കര ചൂടാകണേക്കാളും മുന്നേ നമ്മുടെ മെയിൻ സാധനങ്ങൾ എന്നിട്ടൊക്കെയാ നിങ്ങൾക്കറിയില്ലേ, കറുവാപ്പട്ട കരയാമ്പോ ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് പോട്ടെ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, ഒരു ലേശം ഉള്ളി, പിന്നെ നമ്മുടെ അരി. ഇനി നമ്മുടെ ടൊമാറ്റോസ് നിയർലി കുക്കായിട്ടുണ്ട്. അതിൽ കുറച്ച് ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി. ഇന്ന് ഞാൻ റെഡ് ചില്ലീസ് ചേർക്കണില്ല കേട്ടോ, അല്ലെങ്കിൽ പൗഡർ എങ്ങാനും. ഫുള്ള് ഗ്രീൻ ചില്ലി മസാലയാണ്. ഞാൻ അരിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ചേർക്കേണ്ട ഒരു സാധനം കേട്ടോ, ബേ ലീവ്സ്. നല്ല ഫ്ലേവറാണ് ബേ ലീവ്സ്. ഇത് ഏതാണ്ട് 3/4 കിലോ അരിയാണ് കേട്ടോ. ഞാൻ അതിലേക്ക് ഇതേ കണക്ക് ഞാൻ ഇപ്പോൾ പറയാം. ഫിഷ് സ്റ്റോക്ക് ആണ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഫിഷ് സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ചേർക്കാം, അതല്ല വെച്ചെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ചേർക്കാം. ഞാൻ ഫിഷ് സ്റ്റോക്ക് പ്രിഫറബിളി പറയും, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക്. പച്ചവെള്ളത്തിനേക്കാളും ബെറ്റർ ആണ്. ഇനി ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പച്ചവെള്ളം, ഒരു ലേശം ഫ്ലേവർ കുറയുന്നേ ഉള്ളൂ. എല്ലാവരും എന്നോട് അരിയുടെ വെള്ളത്തിൻ്റെ അളവ് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഇതൊരു കണക്കാണിത്. ഇപ്പം എന്താ പറയുക, ജീരകശാല അരിക്ക് ഏറ്റവും ബെറ്റർ 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളമാണ്. ഞാൻ അങ്ങനെ വെച്ചിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഒരു ലേശം വേവൊക്കെ കുറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നോക്കുക, ഈ വിരലിൻ്റെ മേലെ വേണം, അപ്പോൾ തരികൂണി വേണം. ഇപ്പോൾ ഇത് കണ്ട, എൻ്റെ ഈ ആദ്യത്തെ വരയുടെ തൊട്ട് മുകളിലേക്ക് വെള്ളമായില്ലേ, ഞാൻ അവിടെ നിർത്താൻ പോവാം. ചില സ്ഥലത്ത് കുഴി കൂടുതലുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. ഈ വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെച്ചെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് അത്രയ്ക്ക് ഉപ്പ് മതി. ഇനി ഞാൻ തീ കൂട്ടിയിട്ട് തടയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർലിക്കും ഇഞ്ചിയും പച്ചമുളകെല്ലാം നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിക്ക് നല്ല ചുമപ്പ് നിറം വരാൻ വേണ്ടിയിട്ട് ഒരു ലേശം ടൊമാറ്റോ പേസ്റ്റ്. ഇനി എന്താ, കുറച്ച് മഞ്ഞപ്പൊടി,
കുറച്ച് വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല പൗഡർ ഇട്ടാ 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മിന്റ് ലീവ്സ്. മോനെ ഇപ്പൊ കഴിയും, ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ കഴിയും. അമ്മ ഇവിടെ ഉണ്ടോ? ഓ, എൻ്റെ അമ്മേനെ ഞാൻ കൊണ്ടുപോയി തൂക്കി വിറ്റു. എന്ത് പിങ്ങ വീഡിയോ? ഇപ്പൊ നമ്മുടെ മസാല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാലോ, ചിക്കന്റെ പോലെയോ ബീഫിന്റെ പോലെയോ നമ്മുടെ മീനിന് അധികം ലിക്വിഡ് ഇല്ല, ഭയങ്കര ഡ്രൈ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ അതിൽ കുറച്ച് തൈര്, വിരുദ്ധാഹാരം ചേർക്കാം. ബാക്കിയുള്ള കുറച്ച് ഫിഷ് സ്റ്റോക്ക്. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർക്കണം. അരി ഇവിടെ തിളച്ച് പോകുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, അടച്ചു വയ്ക്കുക, തീ ഒന്ന് ചെറുതാക്കുക. കുറച്ച് കരിവേപ്പില, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ലിക്വിഡ് വേണം, അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്റ്റോക്ക് ഒഴിക്കുകയാണ്. ഇനി ഞാൻ കട്ട് ചെയ്യണമൊന്നുമില്ല, ഫുൾ പീസ് അങ്ങനെ തന്നെ ഇടാൻ പോവാ. നിങ്ങൾക്കറിയാലോ മീൻ പൊടിയും, സോ കെയർഫുള്ളി. ഇനി എനക്കണതിനെ കുറിച്ച് ആലോചിക്കണ്ട കേട്ടോ. ഇതിലുള്ള ബാക്കിയുള്ള സോസസ് എല്ലാം ഇതിലേക്ക് ഒഴിക്കുക. ഓ, ലുക്ക് അറ്റ് ദ കളേഴ്സ്, ടു നൈസ്. കുറച്ച് കുരുമുളക് പൊടി അഗൈൻ. മുകളിൽ നീ അരി ഇടുമ്പോ എല്ലായിടത്തേക്കും ഫ്ലേവർ ആവില്ലേ കോൾഡ്. എന്തിനെ എല്ലാത്തിനും കുത്തി ഇളക്കണേ? അതിന്റെ ഭംഗി എന്തിനെ കളയണം? നമുക്ക് എല്ലാവർക്കും ഇതിനെ കുത്തി ഇളക്കാഞ്ഞിട്ട് എന്തൊരു കുറച്ച് കൊറിയാണ്ടർ, സം മോർ മിന്റ്, ഗരം മസാല, hot. ഓക്കെ, ബിരിയാണി റൈസ്. കൈപൊള്ളി. വേറെ തുണി എടുക്കുക, അത് ചെറുതാണ്. Sometimes, you act like such a stupid dude. ആ തുണി ഒന്ന് പിടിവിട്ട് പോട്ടാ. ഓക്കെ, നമ്മുടെ അരി too hot, man. അത് കണ്ട, അരി പൊടിഞ്ഞിട്ടില്ല. അയ്യോ, ഭയങ്കര ചൂട്. ഒന്നുമില്ല, കണ്ടില്ലേ? ഇതിൻ്റെ സ്റ്റീമേ എൻ്റെ കൈമിക്ക് ഇങ്ങനെ അടിക്കുക. വെച്ചിട്ട് പോയേ ഉണ്ടാക്കിയിട്ട് വേണം ഉച്ചക്കലത്ത് ഊണ് കഴിക്കാൻ. കിരണാണ് വയറൂഞ്ഞിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻറ്റ് സാഫ്രൺ. ഓഹോ, നല്ല നൈസ് കളർ, ലവ്ലി. വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, തരിയും കൂടി ഗരം മസാല ഓൺ ദ ടോപ്പ്. നമുക്ക് ഇതിനെ ദം ചെയ്യാം. ഇനി നമ്മൾ ഫുൾ ഫയർ ആക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റീം ഒരു 5 മിനിറ്റിൽ സ്റ്റീം വരും. അപ്പം നമുക്ക് അടിയിലൊരു തവ വെച്ചിട്ട് അത് ഒരു 15 to 20 മിനിറ്റ്സിൽ ലോ ഫ്ലെയിം ദം ഡൺ ഡസ്റ്റഡ്. ദെൻ ഈറ്റിംഗ് ടൈം. സാധാരണ ദമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഞാനൊരു അരമണിക്കൂർ വെക്കാറുണ്ട്. ഇതവണ വെക്കുന്നില്ല, ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. വാ, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് അരി എടുക്കട്ടെ, അപ്പം നല്ല മണം ഉണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. നല്ല സൂപ്പറായിട്ട് അരി വന്നിട്ടില്ലേ നോക്കി ഞങ്ങള്. ഓഹോ, വാ, ലുക്ക് അറ്റ് ദ കളർ ഹിയർ. നൈസ്. ആ സാഫ്രന്റെ കളർ നോക്കിയതിൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മീൻ എടുക്കണ്ട. അത് നോക്കിയാ നിങ്ങള് ഇപ്പൊ കണ്ട, ഓവർ കുക്കായിട്ടില്ല. ഇവിടെ കരിഞ്ഞ കണ്ട. ഞാൻ 7ാമത്തെ മിനിറ്റിൽ സ്റ്റീം വരുന്ന സമയത്ത് സ്റ്റീമിന്റെ വീഡിയോ കിട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രയാണം കേട്ടാ. പക്ഷെ ട്രസ്റ്റ് മീ, ഇതെന്താണെങ്കിൽ കരിഞ്ഞ മണം ചോറിന് പിടിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി മീനിന്റെ അടിവശം കരിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കട്ടാ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും. ആണെങ്കിലും മീനിന്റെ അടിവശം നോക്കിയാ കരിഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ, പാൻ ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തിട്ട് ഇടരുത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഓവർ കുക്കായിട്ടുണ്ടോന്ന്. അപ്പം നമ്മളിനി വറുത്തിട്ട് നമ്മൾ ദം ചെയ്യുമ്പോൾ ഓഹോ, ലുക്ക് സ്റ്റിൽ മോയിസ്റ്റ് ഉണ്ട് ഇതിൽ. കണ്ട, ഈ മോയിസ്റ്റ് കളയരുത്. അതായത് ഓവർ കുക്ക് ചെയ്യരുത് ഒരിക്കലും ഫിഷിനെ. ഇത്രയും ഭാഗം അടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അരിയുടെ മുകളിലേക്ക് ഒന്നും അടി പിടിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ക്യാമറയുടെ മുകളിൽ പണി പണിച്ചു, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഇത് ഉണ്ടാവാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ 7ാമത്തെ മിനിറ്റിൽ സ്റ്റീം അടിച്ചാൽ അപ്പം തന്നെ തീ കുറയ്ക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതുപോലത്തെ ഒരു ചട്ടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് കരിയില്ല. അതുപോലെ തന്നെ വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം. മീനിന്ന് മറ്റുള്ള മീറ്റുകളെ പോലെ ഒരുപാട് വെള്ളം ഇളകി വരില്ല. നമുക്ക് ഇനി ഈ ബാച്ച് കഴിച്ചു നോക്കിയിട്ട് ഇതിന് കരിമണം ഉണ്ടോ എന്ന് നമുക്ക് പിന്നെ നോക്കട്ടാ. ആദ്യം തമ്പനയിൽ ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ?
അപ്പോൾ നമ്മൾ അടി ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്താലും ട്രസ്റ്റ് ചെയ്തില്ലെങ്കിലും അരിയുടെ മുകളിലേക്ക് കരിഞ്ഞിട്ടുള്ള യാതൊരു മണവും വന്നിട്ടില്ല. നല്ല സൂപ്പർ കൺസിസ്റ്റൻസിയാണ്. ഫിഷ് ഞാൻ ഒരു എന്താ പറയുക കുറച്ച് പാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാം മീൻ ഭയങ്കര ഡ്രൈ ആയി പോകുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കമോൺ കിരാൻ. കഴിഞ്ഞ ദിവസം ആപ്പിള് വീണ് പോയില്ലായിരുന്നു. ആ ആപ്പിളൊക്കെ എടുത്തിട്ട് കുറേ പേര് അച്ചാറുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഗോൾഡ് നല്ല ബ്യൂട്ടിഫുൾ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. കിരണ് കുറച്ച് വിളമ്പി കൊടുക്കണം കേട്ടാ. എന്നാ കിരാ. ഓ വാ. ഞാൻ ഈ കരിഞ്ഞ ഇതിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇതിൻ്റെ ഉള്ളിലത്തെ മസാലകളാണ് ഏറ്റവും കൂടുതൽ. ഓ ഹോ ഹോ. ഓക്കെ, തൈര് വേണം എനിക്ക്. ഞാൻ കുറച്ചേ റേത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യുക്കുംബർ, ഹണി, അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ് എല്ലാം ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാ. ഓക്കെ, ഒരുപാട് അതുകൊണ്ട് മൂവിപ്പിക്കില്ല. ഞാൻ കുറച്ച് അച്ചാർ തരാം. ഓ ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും വേറെ കയറി പിടിച്ചെന്നായിരുന്നു. ആപ്പിൾ അച്ചാർ. അതെ, കൈയോണ്ട കഴിക്കുന്നത് നല്ലൊരു ഫീല് കിട്ടും ബിരിയാണിയുടെ. ഞാനും കുറച്ച് നമ്മുടെ ബേൺ ചെയ്ത അരി എടുത്തു. ഇവൻ്റെ മൂക്കെല്ലാം അടഞ്ഞിരിക്കുകയാണ്. കൊറോണയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. കൊറോണ വരെ നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ പേടിച്ചു കൂടും. ഓ ഈ പുള്ളിയുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല, ഹീസ് ടു ഗുഡ് എന്ന് അല്ലേ അച്ഛാ. റിസൾട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നാ വരിക? വി വിത്ത് യു ബ്രോ. നോ വറീസ്. കൊറോണ ടൈം ഐ എം വെയിറ്റിംഗ് ഫോർ. കരിഞ്ഞ മണം വരണ്ട. എനിക്കറിഞ്ഞൂടെ, ഈ കരിയെന്ന് തന്നെ വിചാരിച്ചാൽ പോലും നമ്മുടെ ബിരിയാണി പേടിക്കും. എൻ്റെ മുന്നിൽ അങ്ങനെ കരിയാൻ ബിരിയാണി പോലും അനുവദിക്കില്ല. നൈഷിനൊന്നും ശബ്ദമില്ലല്ലോ. ടേസ്റ്റ് അറിയുന്നില്ലല്ലേ? അറിയണ്ട. കൊറോണ അല്ല. ഞാനും കഴിച്ചോട്ടെ. ഞാനും ഒരു സൂപ്പർ ഫിഷിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചു. തൈര്. ഇനി ഒരു സൂപ്പർ ഫിഷിൻ്റെ പീസ് നല്ല മോയിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബിരിയാണി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സിനമണിൻ്റെ സ്റ്റിക്കൊക്കെ മാറ്റി വെച്ചിട്ട് പൊട്ടി വീഴ. സോ ഗുഡ് മാൻ. പ്രിങ്ങുന് ബിരിയാണി ആണോ? സൂപ്പർ ബിരിയാണി. ലൈറ്റ് ആൻഡ് സിമ്പിൾ. ഒരു ബുദ്ധിമുട്ടില്ല. ഫിഷിന് തല്ലി കൊല്ലരുത് വീണ്ടും കേട്ടോ. മാർലിൻ, താങ്ക് യു മാർലിൻ. എല്ലാവരും പറയുന്നുണ്ട് ഓലക്കുടിയൻ എന്ന് പറഞ്ഞ മീനാണ് മാർലിൻ. മാർലിൻ്റെ മലയാള പേര് ഞാൻ നോക്കി കിട്ടിയില്ല. കുതിരമീൻ എന്നൊക്കെ ചിലർ പറയുന്നത്. ഓലക്കുടിയൻ മാർലിനല്ല, ഓലക്കുടിയൻ സെയിൽ ഫിഷ് ആണ് കേട്ടോ. അങ്ങനെ എനിക്ക് മനസ്സിലായത്. പ്രിങ്ങു എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പറഞ്ഞു. പ്രിങ്ങു എന്തോ മറ്റേ പ്ലേഡോൻ്റെ മുകളിൽ കുറേ മണിയൊക്കെ മുട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ പിങ്ങോ? മണീനോ? ഓ ഗ്രേപ്സാ. ഗ്രേപ്സ് എന്താ ഇങ്ങനെ പൊക്കണേ? കുട്ടി വെച്ചാണ് കേട്ടോ. കുട്ടിക്ക് ബിരിയാണി വേണോ? അവിടെ ഒരു വായ തരട്ടെ. ബിരിയാണി വേണ്ടേ? എന്ത് പറ്റി? ഫിഷ് ബിരിയാണി വേണ്ട, ഫിഷ് കറി മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോൾ കഴിക്കും കണ്ടോ. അപ്പോൾ അടിപൊളി. ഇതുപോലെ ഫിഷ് ബിരിയാണി ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഫിഷിനെ പരമാവധി തല്ലി കൊല്ലാതെ വീണ്ടും വീണ്ടും കൊല്ലാതെ നല്ല സിമ്പിളായിട്ട് ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് നമുക്ക് പറ്റുവാണെങ്കിൽ മാർലിൻ സ്മോക്ക് ചെയ്യണമായിട്ട് കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ ബൈ. ബൂപ്പാ. എന്താ ഒരു കൊറോണ കിട്ടിയാലത്തെ അവസ്ഥ. കിരൺ കഴിച്ചത് കഴിച്ചോക്ക്. ബിഗ് മേ ഓഫ് സം ഫിഷ് ടു കം. ആപ്പിളച്ചാർ സൂപ്പറായിട്ട് കേട്ടോ. നല്ല ചോറാണ്. കൊറോണ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള ആരും വന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ബിരിയാണി ബാക്കി വരില്ല. ഇപ്പം ആർക്കും വേണ്ട. ഈ ചോറിനേക്കാളും നല്ലത് ഈ ചോറാ. അടിയിലത്തെ സോക്രോ. അങ്ങനെ അടി കരിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല. പൂവലങ്കിരാ തീരെ വയ്യവനെ.